ഹായ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ലേണിംഗ് ഇംഗ്ലീഷ് ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നോക്കാം ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാറ്റേൺ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സബ്ജക്റ്റ് കൊണ്ടുവരും, പിന്നെ ഹാസോ ഹാവോ ഉപയോഗിക്കുക, അതിനുശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. അപ്പോ ഇവിടെ ഹാസ് വരുന്നത് സിംഗുലർ ആവുമ്പോഴാണ്, ഹാവ് വരുന്നത് പ്ലൂറൽ ആവുമ്പോഴാണ്. ഇതിന്റെ റൂൾ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസും വെർബിന്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ ഹാവും വെർബിന്റെ മൂന്നാമത്തെ ഫോം അതല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രണ്ടും ഒന്ന് തന്നെയാണ്, ആ ഫോം ഉപയോഗിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നത് an actual situation that started in the past and continues in the present. അതായത് ഭൂതകാലത്തിൽ തുടങ്ങി എന്നാൽ ഇപ്പോഴും അവസാനിക്കാത്ത ഒരു കാര്യം പറയാം. അതായത് നമ്മൾ പാസ്റ്റിൽ തുടങ്ങി വെച്ച കാര്യമാണ്, ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഉദാഹരണത്തിന് I have lived in Delhi since 1984. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1984 മുതൽ ഡൽഹിയിലാണ് ജീവിക്കുന്നത്, എന്നാൽ ഇപ്പോഴും ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അതാണ് ഇനി ആദ്യം നമ്മൾ കൊടുത്ത എക്സ്പ്ലനേഷൻ നോക്കുക. Action or situation that started in the past and continues in the present. മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് എന്നാൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം, അതാണ് ഇവിടെ ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എപ്പോഴും ഐ വരുമ്പോൾ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഐക്ക് എല്ലായിടത്തും നമ്മൾ ബഹുവചനത്തിന് എന്ത് കൊടുക്കുന്നു അതേ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത സിറ്റുവേഷൻ, അതായത് ആക്ഷൻ പെർഫോം ഡ്യൂറിങ് എ പീരിയഡ് ദാറ്റ് ഹാസ് നോട്ട് യെറ്റ് ഫിനിഷ്ഡ്. അതായത് ഇതുവരെ തീരാത്ത ഒരു കാലയളവിൽ ചെയ്ത ഒരു കാര്യം പറയാം. അതായത് she has been to the cinema twice this week and this week is not over yet. ഈ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബീൻ എന്ന് ഉപയോഗിക്കുന്നത് ബീന്റെ പാർട്ടിസിപ്പിൾ ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. സോ ഇവിടെ ഷീ വന്നുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ചയിൽ 2 തവണ അവൾ സിനിമ കാണാൻ പോയിട്ടുണ്ട്. ഈ ആഴ്ച ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുവരെ തീർന്നിട്ടില്ലാത്ത ഒരു പീരീഡ്, ദാറ്റ് ഹാസ് നോട്ട് ഫിനിഷ്ഡ്, ഇതുവരെ തീർന്നിട്ടില്ലാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇനി അടുത്ത ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആക്ഷൻ ഇൻ an unspecified period between the past and now. അതായത് കാലം നിശ്ചിതപ്പെടുത്താത്ത, കഴിഞ്ഞ കാലത്തിനും ഈ കാലത്തിനും ഇടയിൽ പല തവണ നടന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് we have visited Portugal several times. ഇവിടെ വി ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ്, ഈ ബഹുവചനമായതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചിട്ടുണ്ട്. വിസിറ്റ് എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് വിസിറ്റഡ്, അതും ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോർച്ചുഗലിൽ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. അതായത് മുമ്പും ഇപ്പോഴും ഒക്കെപ്പാടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അന്നും നടന്നിട്ടുണ്ട്, അതിനിടയിലും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് തവണ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി. ഇനി an action that was completed in very recent past expressed by just. ഇപ്പൊ അടുത്ത്
കഴിഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ഈ നിമിഷം കഴിഞ്ഞ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ ടെൻസ് ഉപയോഗിക്കും. അതായത് ഉദാഹരണം നോക്കൂ, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി ഇപ്പൊ തീർത്തേ ഉള്ളൂ. അത് ഇപ്പൊ തീർന്നേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഇനി ഒരു കാര്യം, അതിൽ ആക്ഷൻ വെൻ ദ ടൈം ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സമയത്തിന്റെ പ്രാധാന്യം കൊടുക്കാണ്ട് ഒരു കാര്യം പറയാം. അതായത് ഇവിടെ എക്സാമ്പിളിൽ ഹി ഹാസ് റെഡ് വാർ ആൻഡ് പീസ്. ഇവിടെ ദ റിസൾട്ട് ഓഫ് ഹിസ് റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവൻ എന്താണ് വായിച്ചത് എന്നല്ല, മീൻസ് അവന്റെ വായനയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, സമയമല്ല. സോ ഇവിടെ ഹി വന്നുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചിട്ടുണ്ട്. റീഡിന്റെ തേർഡ് ഫോം, അതായത് റെഡ് എന്നാണ് ഇത് പറയുന്നത്, ഈ തേർഡ് ഫോമും ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇവിടെ ടൈം ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം പറയാനും നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഇനി ഈ ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഐ ഉപയോഗിക്കുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കുക, കാരണം ബഹുവചനത്തിന്റെ പ്രാധാന്യവും അതിന്റെ നിയമവും ഐ ഫോളോ ചെയ്തു. ഇവിടെ ഐ ഹാവ് റിട്ടൺ ആർട്ടിക്കിൾസ് ഓൺ ഡിഫറെന്റ് ടോപ്പിക്സ്. ഇവിടെ റൈറ്റ് എന്നതിന്റെ തേർഡ് ഫോം ആണ് റിട്ടൺ. നമ്മൾ ഓരോ വെർബിന്റെ ഫോംസ് പഠിക്കണം, എന്നാലേ നമുക്ക് ആ സെന്റൻസ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വിവിധ വിഷയങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഹി ഹാസ് റെഡ് വാരിയസ് കൈൻഡ് ഓഫ് ബുക്സ്. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്, ഒരാളായതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചു. റീഡിന്റെ തേർഡ് ഫോമായ റെഡ് ഉപയോഗിച്ചു. സോ അവൻ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഉദാഹരണം ഹി ഹാസ് ഗോൺ ടു ലൈബ്രറി, ടു ദ ലൈബ്രറി. അവൻ ലൈബ്രറിയിൽ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹി വരുന്നത് കൊണ്ട് ഹാസ്, അതായത് ഒറ്റ ആളാണ് ഇവിടെ ചെയ്യുന്ന ആള്, അതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. ഒന്നിൽ കൂടുതൽ ആളാണെങ്കിൽ നമ്മൾ ഹാവ് ആയിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. സോ ഗോന്റെ തേർഡ് ഫോമായ ഗോൺ ഉപയോഗിച്ചു. സോ അവൻ ലൈബ്രറിയിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത ഉദാഹരണം വി ഹാവ് ഷോപ്ഡ് ഇൻ ദിസ് മാർക്കറ്റ്. ഇവിടെ നമ്മൾ ഈ മാർക്കറ്റിൽ വെച്ച് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നുള്ള ഇത് പ്ലൂരലാണ്, അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. ഷോപ്പിന്റെ തേർഡ് ഫോം ഷോപ്ഡ്. സോ ഇവിടെ നമ്മൾ സമയമൊന്നും പറയുന്നില്ല. ഈ രണ്ട് സെന്റൻസ് നോക്കിയാൽ സമയത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു പ്രവൃത്തിക്ക്. അവിടെ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു, സമയത്തിന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഇനി അടുത്ത ഉദാഹരണം വി ഹാവ് വാച്ച്ഡ് മൂവീസ് ഇൻ ദിസ് സിനിപ്ലെക്സ്. ഈ സിനിപ്ലെക്സിൽ വെച്ച് ഞങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടെ അഗൈൻ വി ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. വാച്ചിന്റെ തേർഡ് ഫോം വാച്ച്ഡ് ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ വെച്ച് ഞങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോ അതും കഴിഞ്ഞ കാലത്തിലും ഈ കാലത്തിലും ഒക്കെ നടക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നും നമ്മൾ സമയം പറയുന്നില്ല. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു കാര്യം പറയുന്നു. ഈ അടുത്ത ഉദാഹരണം യു ഹാവ് ഷോപ്ഡ് ഇൻ ദാറ്റ് മാർക്കറ്റ്. ആ മാർക്കറ്റ് വെച്ച് നീ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യുക്കും എപ്പോഴും നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾ എന്നാണ് യു വരുമ്പോൾ അർത്ഥം വരിക, അല്ലെങ്കിൽ നീ. നീ ആയാലും നിങ്ങളായാലും യു വരുമ്പോൾ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കുക. ബഹുവചനത്തിന് എന്ത് നിയമമാണോ അതേ നിയമമാണ് നമ്മൾ എപ്പോഴും യു വരുമ്പോൾ ഉപയോഗിക്കുക. ഇനി അടുത്ത ഉദാഹരണം ദേ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദാറ്റ് ഫീൽഡ്. ഇവിടെ ദേ ബഹുവചനമാണ്, അതുകൊണ്ട് അവർ, അതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. ആ ഫീൽഡിൽ വെച്ച് അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. സോ ഇവിടെ പ്ലേന്റെ തേർഡ് ഫോമായ പ്ലേഡ് ഉപയോഗിച്ചു. ഓക്കെ, സോ അടുത്ത എക്സാമ്പിൾസ് നോക്കുക. The poet has written romantic poems. ഈ കവി റൊമാൻറ്റിക് കവിതകൾ എഴുതിയിട്ടുണ്ട്.
സോ ഇവിടെ പോയിന്റ് എന്നുള്ളത് ഒരാളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാസ് ഉപയോഗിക്കുന്നു. റൈറ്റിന്റെ തേർഡ് ഫോം റിട്ടൺ ഉപയോഗിച്ചു. നെക്സ്റ്റ്, ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഇവിടെ ദേ വന്നുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചു. പ്ലേന്റെ തേർഡ് ഫോം പ്ലേഡ് ഉപയോഗിച്ചു. നെക്സ്റ്റ്, ഷി ഹാസ് ടേക്കൺ കോഫി. അവൾ കോഫി കുടിച്ചിട്ടുണ്ട്. ഇവിടെ ടേക്കൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം നമ്മൾ കുടിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. സോ അവൾ ഒരാളായതുകൊണ്ട് നമ്മൾ ഹാസ് ഉപയോഗിച്ചു. ഓക്കെ, ടേക്കൺ കോഫി. അവൾ കോഫി കുടിച്ചിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടുകൂടി എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമെയിൽ ID സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.